സാങ്കേതിക സർവകലാശാല വിസി ആയിരുന്ന സിസ തോമസിന് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാനുള്ള ഉത്തരവിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ. പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളും 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവും സർക്കാർ നടപ്പാക്കുന്നില്ല. ഉത്തരവ് കാലാവധി തീരാനിരിക്കെ പ്രതികാര നടപടിയുടെ തുടർച്ചയായാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് ആരോപണം ഉയരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമുക്കറിയാം എന്തായാലും ഗവർണർ നിയോഗിച്ച വിസി എന്നുള്ളതിന്റെ ഒരു പ്രതികാര നടപടി തന്നെയല്ലേ സിസ തോമസിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? സിസ തോമസിന്റെ പെൻഷനും ആനുകൂല്യങ്ങളും വച്ചു താമസിപ്പിക്കുകയാണ് സർക്കാർ. പ്രതികാര നടപടി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനിയായി വന്ന വിസി ആയതുകൊണ്ട് തന്നെയാണ് എന്നല്ലേ അനുമാനിക്കേണ്ടത്? രോഹിണി, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് വന്നിരുന്നത്. അതായത് ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളടക്കം ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിരുന്ന സിസ തോമസിന് നൽകണമെന്നൊരു ഉത്തരവ് വന്നത്. ആ ഉത്തരവ് വന്ന് പിന്നിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലേക്ക് സിസ തോമസിന്റെ നിയമനവും തുടർന്നുണ്ടാകുന്ന ഗവർണർ അതോടൊപ്പം തന്നെ സർക്കാർ പോര് മുറുകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും പിന്നീട് ഈ സിസ തോമസിനെതിരെയും പിണറായി വിജയനും അതോടൊപ്പം തന്നെ സർക്കാരും ഒന്നടങ്കം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായതാണ്. അതിനുശേഷമാണ് പിന്നീട് സിസ തോമസ് വിരമിക്കലിലേക്ക് കടക്കുന്നത്. അതിനുശേഷം പിന്നീട് ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. കാരണം വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടക്കം തടഞ്ഞു വെക്കുകയും അത് നൽകണമെന്നാവശ്യപ്പെട്ട് ഹർജിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സിസ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നത്. അതിന്റെ ഉത്തരവാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നത്. എല്ലാ വിരമിക്കൽ ആനുകൂല്യം ചേർത്തുകൊണ്ട് എത്രയും വേഗം അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉത്തരവ് വന്നത്. വലിയ തിരിച്ചടിയായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുകയും ചെയ്തത്. വലിയ പ്രതികാര നടപടി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വെച്ചുപുറത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് തിരിച്ചടിയായിട്ടാണ് ഈ ഉത്തരവ് വന്നത്. ഉത്തരവ് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും അതിൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് പ്രതികാരം നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗവർണറുടെ പ്രതിനിധിയായാണ് സിസ തോമസ് ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി എത്തുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രതികാര നടപടി കൂടി തന്നെയാണ് ഇപ്പോഴും ഈ സംസ്ഥാന സർക്കാർ വെച്ചുപുലർത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ അടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യം നൽകാതിരിക്കാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് അനുമാനിക്കേണ്ടത്. 1 കോടിയോളം രൂപയാണ് ഈ ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആനുകൂല്യങ്ങളുമായി സിസ തോമസിന് സർക്കാർ നൽകേണ്ടത്. എന്നാൽ അത് ഇതുവരെ നൽകുവാൻ സാധിച്ചിട്ടുമില്ല എന്നതാണ്. ഈ ഉത്തരവ് വന്ന് ഒരാഴ്ചയാണ് പിന്നിടുന്നത്. ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാരിന്റെ സമീപനം മൗനം അവലംബിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുമ്പ് നേരത്തെ ഈ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തർക്കങ്ങൾ നിലനിൽക്കുന്ന കാലത്താണ് സിസ തോമസിനെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചുകൊണ്ട് അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിടുന്നത്. അങ്ങനെ ഗവർണറുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് സിസ തോമസ് സർവകലാശാലയിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് തുടർന്നിങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇടത് വിദ്യാർത്ഥികളടക്കം ഈ സിസ തോമസിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് കോളേജിലേക്ക് എത്തുന്ന സാഹചര്യം, യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റ് ജീവനക്കാരടക്കം പ്രതിഷേധിക്കുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നീട് ശേഷമാണ് ഈ വിരമിക്കുന്നത്. തുടർന്ന് ഈ വിരമിക്കലിന് ശേഷം ആനുകൂല്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്നും തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. അതിൽ സർക്കാരിന്റെ വാദഗതികളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചത്. പിന്നീടാണ് കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർന്നുള്ള കേസുകളുമായി ബന്ധപ്പെട്ടെല്ലാം നിയമ നടപടി എന്ന നിലയിലേക്ക് സിസ തോമസ് നീങ്ങുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും തടഞ്ഞു വെക്കാൻ പാടില്ല, അത് കൃത്യമായി നൽകേണ്ടതാണ് എന്ന രീതിയിലേക്ക് ഒരു ഉത്തരവ് വന്നത്. ഈ ഉത്തരവ് വന്നിട്ടും ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാരിന്റെ വെച്ചുപുലർത്തുന്ന സമീപനം ആനുകൂല്യങ്ങളൊന്നും നൽകേണ്ടതില്ല എന്നൊരു രീതിയിലേക്കാണ് ഈ സമീപനം പോകുന്നത്. തീർച്ചയായും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പ്രതികാര നടപടി തന്നെയാണ് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇത്രയും കാലം അല്ലെങ്കിൽ ഒരു പിന്നിടുമ്പോഴും അതിനെ ആ വിരമിക്കൽ ആനുകൂല്യം നൽകേണ്ടതാണെന്നതിൽ ആ സമീപനം, സർക്കാരിന്റെ സമീപനം ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള അന്നത്തെ ഗവർണറോടുള്ള സമീപനം തന്നെയാണ്
സിസ തോമസിനോടും സർക്കാർ വെച്ചുപുലർത്തുന്നത്. അതെ, തീർച്ചയായും സിസ അതായത് തോമസിന്റെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ സിസ തോമസ് അവർ വിരമിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള പെൻഷനും ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നില്ല. അങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുമ്പാകെ പോകുന്നത്. ട്രൈബ്യൂണൽ പറയുന്നു 2 ആഴ്ചക്കകം ഇത് കൊടുക്കണമെന്ന്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാർ അനങ്ങുന്നില്ല, അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തത്.